മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യമുണ്ട്. അവർ പറഞ്ഞത് കഴിഞ്ഞ തവണ വിവാദമുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ലീഗിൻ്റെ പതാകയും കോൺഗ്രസിൻ്റെ പതാകയും ഒഴിവാക്കി പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പങ്കെടുത്തത്. ഇത് ഒരുതരം ഭീരുത്വമല്ലേ? മുസ്ലിം ലീഗിൻ്റെ വോട്ട് വേണം, പതാക പാടില്ല എന്ന നിലപാട് എന്തുകൊണ്ടാണ് എടുക്കുന്നത്? ലീഗ് പതാക ലോകത്തെ കാണിക്കുന്നതിൽ നിന്ന് ഒളിച്ചോടാൻ സ്വന്തം കൊടിക്ക് പോലും അയിത്തം കൽപ്പിക്കുന്ന ദുരവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്തുകൊണ്ടാണ് താണുപോയത്? ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ആ കൊടിയുടെ ചരിത്രം അറിയുമോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വരും. ഇതെല്ലാം കാണുമ്പോൾ ചിലർ അറിയുന്ന ആളുകളുണ്ട്, അവർ സൗകര്യപൂർവ്വം ആ ചരിത്രം വിസ്മരിക്കുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തോടൊപ്പം ആ പതാക ഉയർത്തിപ്പിടിക്കാനായി ജീവത്യാഗം ചെയ്ത ധീര ദേശാഭിമാനികളെ കൂടി മറന്നിരിക്കുന്നു. 1921 ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പതാക എന്നത് മഹാത്മാഗാന്ധിയുടെ ആശയമായിരുന്നു. സ്വരാജ് ഫ്ലാഗ് എന്ന് പേരിട്ട ആ ത്രിവർണ്ണ പതാക ജാതി മത പ്രാദേശിക ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ പ്രതിനിധീകരിക്കുന്നുവെന്ന സങ്കല്പമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വച്ചത്. ആ പതാകയുടെ അടിസ്ഥാന സത്ത ഉൾക്കൊണ്ടാണ് ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ റിപ്പബ്ലിക്കിൻ്റെ പതാകയ്ക്കും രൂപം നൽകിയത് എന്നതും ഓർക്കണം. ഈ പതാക ഉയർത്തിപ്പിടിക്കാൻ സ്വാതന്ത്ര്യസമരകാലത്ത് നമ്മുടെ രാജ്യത്ത് എത്ര കോൺഗ്രസ്സുകാർ ബ്രിട്ടീഷ് പോലീസിൻ്റെ മൃഗീയ മർദ്ദനം വാങ്ങിയിട്ടുണ്ട്, എത്ര ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകർ കൊടിയ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ഈ ചരിത്രം കോൺഗ്രസ്സുകാർക്കറിയില്ലേ? യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി ത്രിവർണ്ണ പതാക ഹോഷിയാപൂർ കോടതിയിൽ ഉയർത്തിക്കെട്ടിയപ്പോഴാണ് ഹർകിഷൻ സിംഗ് സുർജിത്തിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകുറക്കൽ സമരത്തിൽ പങ്കെടുത്ത സഖാവ് കൃഷ്ണപ്പിള്ളിയോട് ഈ പതാക, ത്രിവർണ്ണ പതാക താഴെ വെക്കാൻ പോലീസ് പറഞ്ഞു. തലങ്ങും വിലങ്ങും തല്ലിയിട്ടും ആ പതാക നെഞ്ചോട് ചേർത്ത് പതാക കൈവിടാൻ ആ ധീരദേശാഭിമാനി സഖാവ് കൃഷ്ണപിള്ള തയ്യാറായില്ല. അങ്ങനെ ജ്വലിക്കുന്ന ഇന്നലെകളുള്ള പതാക പിന്നീട് കോൺഗ്രസ് സ്വന്തം കൊടിയാക്കി. എങ്കിലും അതിൻ്റെ ചരിത്രത്തെ നിഷേധിക്കാനാവില്ലായിരുന്നു. ആ ചരിത്രമാണ് നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കോൺഗ്രസ് BJP ഭയന്ന് ഒളിപ്പിച്ചു വെക്കുന്നത്. സ്വന്തം പതാക ഉയർത്താതെ വർഗീയവാദികളെ ഭയന്ന്
പിന്മാറും വിധം കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നുവെന്നാണ് ഇവിടെ കാണേണ്ടത്. ത്രിവർണ്ണ പതാക കോൺഗ്രസ് ഉപേക്ഷിക്കണം എന്നത് സംഘപരിവാർ ഉയർത്തിയ ആവശ്യമാണ്. അതിന് വഴങ്ങുകയാണോ പുതിയ കോൺഗ്രസ്? കേവലം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ചുരുക്കി കാണാനാവുന്ന അനുഭവമല്ല ഇത്. സ്വന്തം പതാക വേണോ വേണ്ടയോ എന്നൊക്കെ കോൺഗ്രസിനും ലീഗിനും തീരുമാനിക്കാം. സ്വന്തം അസ്തിത്വം പണയം വെച്ചാണ് ഇക്കൂട്ടർ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയാനും പ്രതികരിക്കാനുമുള്ള വിവേകം ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ പാകിസ്ഥാൻ പതാക പാറി എന്ന പ്രചരണമാണ് ലീഗിൻ്റെ കൊടിയുയർത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി ഉത്തരേന്ത്യയിൽ BJP നടത്തിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഇന്ത്യയിലെ ജനങ്ങൾ അണിനിരക്കുന്ന പാർട്ടിയുടെ കൊടിയാണ് എന്ന് ആർജവത്തോടെ പറയാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന് ചിലരെങ്കിലും ആ കാലത്ത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മാത്രമല്ല, ഇപ്പോൾ അതേ കാരണത്താൽ സ്വന്തം പതാകയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ കോൺഗ്രസ് ആണോ സംഘപരിവാറിൻ്റെ വർഗീയ ഭരണത്തിനെതിരായി സമരം നയിക്കുക? ഇതിൻ്റെ ഭാഗമായി തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാനിലെ നഗോർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും മുൻ MP-യുമായ ജ്യോതി മിർദയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ആ പ്രസ്താവന ഇങ്ങനെയാണ്: രാജ്യ താൽപ്പര്യം കണക്കിലെടുത്ത് നിരവധി കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഞാൻ ആ പ്രസ്താവനയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതിനായി ഭരണഘടനാ ഭേദഗതികൾ വരുത്തണം. ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും ലോക്സഭയുടെയും രാജ്യസഭയുടെയും അനുമതി ആവശ്യമാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. ലോക്സഭയിൽ BJP-ക്കും NDA-ക്കും വൻ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ല. ഇതാണ് ഈ സ്ഥാനാർത്ഥി മിർദ പറഞ്ഞത്. അപ്പോൾ ലോക്സഭയ്ക്കൊപ്പം രാജ്യസഭയിലും ഭൂരിപക്ഷം നേടിയാൽ BJP ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന പരസ്യ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിൻ്റെ നാക്കുകളിലൂടെ വന്നത്. അത് വലിയ വിവാദമായി. BJP ഇതുവരെ അത് തിരുത്താൻ പോയിട്ടില്ല. കാരണം അതവരുടെ യഥാർത്ഥ അജണ്ടയാണ്. രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കും എന്ന ഈ ഭീഷണിയോട് പ്രതികരിക്കാൻ കോൺഗ്രസ്സിന് കഴിയും. മുൻപ് കർണാടകയിൽ നിന്നൊരു കേന്ദ്രമന്ത്രിയും ഇതേ പ്രസ്താവന നേരത്തെ നടത്തിയിരുന്നു എന്നത് ഓർക്കേണ്ടതാണ്. ഇവിടെ ഭരണഘടനാ ശില്പികൾ ബോധപൂർവം വ്യവസ്ഥ ചെയ്ത് രൂപീകരിച്ചതാണ് ഉപരിസഭയായ രാജ്യസഭ. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് പല വിഷയങ്ങളിലും BJP-ക്ക് പിന്നോക്കം പോകേണ്ടി വന്ന ചരിത്രമുണ്ട്. പലപ്പോഴും മറ്റ് കക്ഷികളെ കൂട്ടുപിടിച്ചും മറ്റുമാണ് ചില ബില്ലുകൾ പാസ്സാക്കിയെടുക്കാറുണ്ട്. തങ്ങളുടെ തീവ്ര വലതുപക്ഷ അജണ്ടകൾ നടപ്പാക്കുന്നതിന് BJP ഉദ്ദേശിക്കുമ്പോൾ അത് തടയുന്നത് രാജ്യസഭയുടെ ഈ സവിശേഷതയാണ്. രാജ്യസഭ എന്ന
കടമ്പയിൽ തട്ടി ബി ജെ പിയുടെ പല അജണ്ടകളും നടക്കാതെ പോയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ടായാൽ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമെന്ന് രാജസ്ഥാനിലെ സ്ഥാനാർത്ഥി പറയാനിടയായിരുന്നു. ഇപ്പോൾ രാജ്യസഭ ഇത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നൊരു ഘട്ടമാണിത്. ഇതേ രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് രാജ്യസഭാംഗം തൻ്റെ കാലയളവ് തീരാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് കേരളത്തിൽ വന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അദ്ദേഹവും ദേശീയ നേതാവാണ്, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ കാണണം, ആലപ്പുഴക്കാർ നല്ല രാഷ്ട്രീയ പ്രബുദ്ധരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടുന്ന് കരകയറാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ജയിക്കാൻ അവിടെ സാധ്യതയില്ല. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം, അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ജയിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് ഒരു BJP അംഗമാണ് പകരം പോവുക. കാരണം ഒരു സീറ്റാണ് ഒഴിവ് വരുന്നത്, ആ സീറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ BJPക്കാണ് ഇപ്പോൾ അവിടെ മുൻതൂക്കം. ആ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ നിലവിലുള്ള ഒരു രാജ്യസഭാംഗത്വം നഷ്ടപ്പെടുന്ന നിലയാണ്. കേവലം 4 സീറ്റാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉറപ്പിക്കാൻ BJPക്ക് വേണ്ടത്. അപ്പോൾ BJPയുടെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കൊട്ടേഷൻ ഇവിടെ കോൺഗ്രസും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയും എടുത്തു എന്നാണ് കാണേണ്ടത്. വേണമെങ്കിൽ BJP രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടിക്കോട്ടെ എന്ന മനോഭാവമാണ് കോൺഗ്രസ്സിന് ഉള്ളത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ആപത്ത് വരാനിടയില്ല. ആലപ്പുഴക്കാർ തികഞ്ഞ വിവേചന ബുദ്ധിയോടെ തന്നെ അവിടെ LDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് ഈയൊരു അവസ്ഥ ഒഴിവാക്കുന്ന നില ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പോൾ നാം കാണേണ്ടത്, സംഘപരിവാറിന് മുന്നിൽ സ്വയം മറന്നു നിൽക്കുന്ന കോൺഗ്രസ്, അവരുടെ സ്വന്തം പതാക ഒളിപ്പിച്ചു വെക്കുന്ന ഭീരുത്വം, ഇതൊന്നുമല്ല ഈ നാടിൻ്റെ പ്രതിനിധികളായി ലോക്സഭയിലേക്ക് പോകുന്നവർക്ക് വേണ്ടത്. അവർക്ക് നല്ല ആശയവ്യക്തതയും നിലപാടിൽ ദൃഢതയും വേണം. ദേശീയ പ്രശ്നങ്ങളിൽ ആർജവത്തോടെ പൊരുതാൻ കഴിയണം. ജനങ്ങൾക്കൊപ്പം നിൽക്കാനാവണം. ഇതിന് തയ്യാറാകുന്ന പ്രതിനിധികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവത്തിലൂടെ കേരളമാകെ വിലയിരുത്തുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് LDFൻ്റെ ഉജ്ജ്വല വിജയം ഉറപ്പാക്കുന്ന ജനവികാരമായി മാറുന്നതായും കാണാൻ സാധിക്കും. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. ഞാൻ 15 മിനിറ്റോട് നിർത്തി. പരിപാടിയാണ്, എനിക്ക് പോകേണ്ടതുണ്ടാവും. അത് നിങ്ങളും മനസ്സിൽ വെക്കണം. ഏത് അതൊരു പ്രത്യേക അവസ്ഥയാണ്. ഇത് ശരിയായൊരു ഡീൽ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് വേണം സാധാരണഗതിയിൽ കണക്കാക്കാൻ. കാരണം SDPI പറഞ്ഞ ന്യായം
കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇതിൻ്റെ BJP വിരുദ്ധ പോരാട്ടത്തിൻ്റെ തലപ്പത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായ UDFനെ ഞങ്ങളിവിടെ സഹായിക്കുന്നുവെന്നാണ്. എന്നാൽ അവർ തന്നെ പങ്കാളിത്തം വഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. അതിലവർ AIADMKയുടെ കൂടെയാണ് എന്നാണ് വാർത്തകൾ കണ്ടത്. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ല AIADMK. അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണിക്കെതിരെ പോരാടുന്നു. ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഒരു വിഭാഗത്തോടൊപ്പം ഞങ്ങൾ ദേശീയ താല്പര്യം വെച്ചുകൊണ്ട് കൂടുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ന് കോൺഗ്രസിൽ പല വിധത്തിലുള്ള സംശയങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും KPCC പ്രസിഡൻറ്റ് അദ്ദേഹം ഇപ്പോൾ ഒഴിഞ്ഞിട്ടില്ലല്ലോ, സ്ഥാനാർത്ഥിയായതുകൊണ്ട് ആക്ടിങ് വന്നതാണല്ലോ, അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് കാണാൻ കഴിയുന്നത്? ഇത്തരം ശക്തികളുമായി നല്ല തോതിൽ നേരത്തെ തന്നെ ധാരണയുണ്ടാക്കി അതിൻ്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക്, ധാരണയിലേക്ക് എത്തുന്നുവെന്നാണ് വന്നിട്ടുള്ളത്. ഇത് ഏതെല്ലാം രീതിയിലാണ് വളരുക എന്നത് കണ്ടറിയേണ്ടതാണ്. ഇക്കാര്യത്തിൽ അവരുടെ കൂടെ തന്നെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും എല്ലാം കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് എടുത്തിട്ടുണ്ടാവുക. ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള നല്ലൊരു വിഭാഗം ജനങ്ങൾ SDPIയെ സാധാരണഗതിയിൽ അംഗീകരിക്കാത്ത സമീപനം സ്വീകരിക്കാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കൂടി തങ്ങൾക്ക് വേണമെന്ന ധാരണയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ലീഗിൻ്റെ പതാക മറച്ചു വെക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പതാക വേണ്ടെന്ന് വെക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ പിന്തുണ നൽകാൻ തയ്യാറാകുന്ന SDPIയും അവരുടെ പതാക എടുത്തു വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇവരെല്ലാവരുടെയും പിന്തുണ തങ്ങൾക്കിരിക്കട്ടെ എന്നതാണ്, ആ ഒരു അവസരവാദ നിലപാടാണ് ഇവിടെ UDF സ്വീകരിക്കുന്നത്. ഇതിനൊരു കാരണമേ ഉള്ളൂ, അവർക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ആ യാഥാർത്ഥ്യം നേരത്തെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിൽ വീണിയാൾക്ക് ഏത് കച്ചിത്തുരുമ്പും പിടിക്കാനുണ്ടാവുമല്ലോ, അതുപോലുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നതെന്ന് കാണണം. ഇതുകൊണ്ടൊന്നും അവർ ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രഭാത് ഇടവേളയ്ക്ക് ശേഷം EDയും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള ഈ അന്വേഷണത്തെയും കൂടുതൽ CPM നേതാക്കൾക്ക് നോട്ടീസ് നൽകിയതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ചോദ്യം ഉയർന്നിരുന്നു. അപ്പോൾ സമയം തീർന്നുകൊണ്ട് അന്ന് അതിനെ വിശദമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞില്ല ഇവിടെ. പക്ഷേ നിങ്ങളാരും കൊടുത്തതല്ല, നിങ്ങളോട് നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നവരുണ്ടാവുമല്ലോ, ആ നിർദ്ദേശം തരുന്നവരായിരിക്കും അതിൻ്റെ പിന്നാലെ ഒരു വാർത്ത കൊടുത്തു, മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്ന്. ഞാൻ അന്ന് തന്നെ പറയുന്നുണ്ട്, തുടങ്ങുമ്പം തന്നെ ഇതുപോലെയല്ല, തുടങ്ങുമ്പം തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 10 മണിക്ക് അവസാനിപ്പിക്കണം, നമ്മൾ 9:30ക്കാണ് തുടങ്ങുന്നത്, ഞാനൊരു 15 മിനിറ്റ് സംസാരിച്ച് നിർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനവും ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇതിൽ കൂടുതൽ സമയം ഇനി എടുക്കാൻ പറ്റില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചോദ്യത്തെ ഭയന്നു
ഞാൻ പോയി എന്ന് വാർത്ത കൊടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇതേ ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ, സമയം കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ആ മാന്യത അവിടെ പങ്കെടുത്ത ആൾക്കാരെല്ലാം കാണിച്ചിട്ടുണ്ടാകും, പക്ഷേ മറ്റവരറിയില്ലല്ലോ. നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ ഏൽപ്പിച്ച ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവരറിയില്ലല്ലോ ഞാൻ എന്തുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത്. അപ്പോൾ അവരുടനെ അതിന് കൊടുത്ത വിശദീകരണം മറുപടി പറയാതെ മുഖ്യമന്ത്രി എന്നായിരുന്നു. ഏതായാലും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള സമയം കഴിഞ്ഞതുകൊണ്ടായിരുന്നു ഞാനന്ന് അവസാനിപ്പിച്ചത്. CPIM-ന് എന്തോ ഒരു രഹസ്യ അക്കൗണ്ട് ഉണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. ഒരു രഹസ്യ അക്കൗണ്ടും CPIM-നില്ല. CPIM-ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് കള്ളപ്പണം സ്വീകരിക്കുന്ന പരിപാടിയില്ല. ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ അത് അഴിമതിയാണ് എന്ന് പറയാനുള്ള ആർജവം കാണിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്, CPIM മാത്രമാണ്. അതിനെതിരെ ഇത് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചതും CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. ഇതാണ് CPIM-ൻ്റെ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണമെന്ന് നിർബന്ധവുമുണ്ട്. ജനങ്ങൾ നൽകുന്ന കാശ് അത് എത്രയാണ് എന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ അക്കൗണ്ടിൻ്റെയും ആവശ്യം ഞങ്ങൾക്കില്ല. ഇവിടെ ഞങ്ങളുടെ വരുമാനമെന്ന് പറയുമ്പോൾ അതിൽ പാർട്ടി അംഗങ്ങൾ നൽകുന്ന അംഗത്വ ഫീസുണ്ട്, ലെവിയുണ്ട്, പിന്നെ അതിനു പുറമെ ജനങ്ങൾ നൽകുന്ന സംഭാവനയാണ്. എല്ലാ കാലത്തും ജനങ്ങൾ അകമഴിഞ്ഞ് ഞങ്ങളെ സഹായിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞങ്ങളെ സഹായിക്കുന്ന പാവപ്പെട്ടവർ അവർ മുഴുവൻ ഞങ്ങളെ പിന്തുണക്കുന്നവരല്ല. പക്ഷേ അവർക്കറിയാം ഈ പാർട്ടി തങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ഇവരെയാണ് സഹായിക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെ പാർട്ടിക്കാരല്ലാത്തവരടക്കം വലിയ തോതിൽ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഇതാണ് പാർട്ടിയുടെ സാമ്പത്തിക അടിത്തറ. അപ്പോൾ ഏതൊരാവശ്യത്തിനും ഞങ്ങൾ ചോദിച്ചതിനേക്കാളും കൂടുതൽ നൽകുന്ന നില പലപ്പോഴും നാട്ടുകാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നല്ല സ്വീകാര്യതയും അംഗീകാരവും ജനങ്ങളിലുണ്ട് എന്ന് കൂടുതൽ വ്യക്തമായി വരികയാണ് ചെയ്തത്. എന്തുകൊണ്ടാണിത്? എന്താവശ്യത്തിനാണോ ചോദിക്കുന്നത് ആ ആവശ്യം കൃത്യമായി നിറവേറ്റും, പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കും, ഒരു പണം അതിൻ്റെ ഭാഗമായി ദുർവ്യയം ചെയ്യില്ല. ഇതെല്ലാം നാട്ടുകാർക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ മറ്റു പലരും പല കാര്യങ്ങൾക്ക് നാട്ടുകാരോട് ഫണ്ട് പിരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിറവേറ്റിയില്ല എന്ന അനുഭവവും അതിൻ്റെ ഭാഗമായുള്ള ആക്ഷേപവും ഉയരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ സുതാര്യമായും കൃത്യമായും കണക്ക് സൂക്ഷിക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയാണ് CPIM-നുള്ളത്. ഇപ്പോൾ CPIM എല്ലാ വർഷവും, അതായത് വർഷം തോറും ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നുണ്ട്, കണക്കുകൾ ഓഡിറ്റ് നടത്തുന്നുണ്ട്, രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള പാർട്ടിയാണ് CPIM. പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും പാർട്ടിയുടെ പാൻ കാർഡുകളുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. CPIM-ൻ്റെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഈ പാൻ കാർഡിൽ നിന്നും ലഭിക്കും. ഇത്തരം ബാങ്കിങ് അക്കൗണ്ടുകളെല്ലാം നിയമവിധേയമായി കൈകാര്യം ചെയ്യുന്നതുമാണ്. അപ്പോൾ മറിച്ചുള്ള ആരോപണങ്ങൾക്കോ വാർത്തകൾക്കോ യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്നാണ് നാം കാണേണ്ടത്.
ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതൊന്നും CPIM ബാധിക്കുന്ന കാര്യമല്ല. കൃത്യമായ അഴിമതിയാണ് എന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്. BJPയും കോൺഗ്രസും തമ്മിൽ എന്താ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ വ്യത്യാസം? BJPയാണ് ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞോ? BJP 8,000 കോടി കൈക്കലാക്കുമ്പോൾ 2,000 കോടിയോളം രൂപ കോൺഗ്രസും കൈക്കലാക്കുകയാണ്. ഇതല്ലേ ഉണ്ടായത്? ഇനി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ എന്തെല്ലാം കാണാൻ പറ്റും? ഞാനിപ്പോൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ചിലത് നിങ്ങൾക്ക് ഇനിയും ചോദിക്കാനുണ്ടാവുമല്ലോ. അതുകൊണ്ട് അതിനോ തന്നെ മുഴുവൻ സമയവും ഞാൻ ചെലവഴിക്കുന്നില്ല. എങ്ങനെ? ഏത് കാര്യത്തിലാണ് ചോദിക്കുന്നത്? കരുവന്നൂർ കാര്യത്തിൽ ED നടത്തുന്ന അന്വേഷണം എന്നത് ബോധപൂർവം നടത്തുന്നൊരു കാര്യമാണ്. അത് ഒരു വെറുതെ നടക്കുന്നൊരു കാര്യമാണെന്ന് കാണരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ED നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ED മാത്രമല്ല CBI, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, ഇപ്പോൾ ഇൻകം ടാക്സ്, ഇവരെല്ലാം രാജ്യത്ത് വലിയ തോതിലുള്ള വല വീശിയിട്ടുണ്ട്. ആർക്കെതിരെയാണ്? BJP ഇതര പാർട്ടികൾക്ക് നേരെയാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഇത്തരം ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർക്കും. എന്നാൽ അവർ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ കാര്യം വരുമ്പോഴോ അപ്പോൾ EDയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഇത് രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് കെജ്രിവാൾ. കെജ്രിവാളിൻ്റെ മേലെ വന്ന ആരോപണം അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നവരായി മാറിയത് കോൺഗ്രസ് ആയിരുന്നു. മാത്രമല്ല അതിനകത്ത് പരാതി കൊടുക്കുന്നിടത്തേക്കും എത്തി. പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായി അവസരം കിട്ടി. ആ കേസാണ് EDക്ക് അവിടെ കടന്നു ചെല്ലാൻ ഇടയാക്കിയത്. ED കടന്നു ചെന്ന് 1 വർഷം മുൻപ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? നിങ്ങളെ ശ്രദ്ധയിലില്ലേ? കോൺഗ്രസ് അന്ന് പറഞ്ഞത് എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽപ്പെടുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ സൂത്രധാരകൻ, എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത് പറയുക മാത്രമല്ല, അതിൻ്റെ മേലെ വലിയ കോലാഹലം സൃഷ്ടിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസ് തയ്യാറായി. ഏതാ കേസിത്? ആ കേസിലാണ് സഞ്ജയ് സിംഗിൻ്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് ചെന്നത്. എന്താ EDയോട് സുപ്രീം കോടതി പറഞ്ഞത്? നിങ്ങൾ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുന്നോ, അല്ല ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടക്കണോ? ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നാൽ ഈ അന്വേഷണ രീതി ആകെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും. എന്തു ചെയ്യുന്നു? അവരാലോചിച്ച് ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കാമെന്ന് പറഞ്ഞു. അതിനപ്പുറം സുപ്രീം കോടതി ഇപ്പോൾ പോയില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ പ്രതികരണം വന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ
ഉത്തമമായ ഉദാഹരണമായിട്ടല്ലേ അത് വരുന്നത്. എന്തേ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്? കാരണം നമ്മുടെ പ്രധാന മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയായി കൊടുക്കുന്നത് അത്ര സുഖകരമായൊരു കാര്യമായിട്ട് വരുന്നില്ല. ആ ഭാഗം നിങ്ങളും മനസ്സിലാക്കണം. മാധ്യമപ്രവർത്തകരെന്ന നിലക്ക് നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണോ രാജ്യത്ത് നടക്കേണ്ടത്? ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ രീതി ഈ തരത്തിലാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വലിയ തോതിൽ ആരോപണം ഉയർന്നു വന്ന പ്രശ്നങ്ങളില്ലേ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ DLF എന്ന കമ്പനി റിയൽ എസ്റ്റേറ്റ് ഭീമനാണല്ലോ. അവരുടെ കേസ് വന്നില്ലേ? അവരുടെ പേരിൽ കേസ് വന്നില്ലേ? ആ കേസിൻ്റെ കൂടെ ചേർത്ത് ആരെയായിരുന്നു ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ. ഞങ്ങളിതൊന്നും പറഞ്ഞ് നടക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ആ തരത്തിലുള്ള രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതും പറഞ്ഞ് നടക്കലല്ല ഞങ്ങളെ പണി. ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിലായിരുന്നില്ലേ ഏറ്റവും വലിയ ആരോപണം ഉയർന്നത്? 2018 19, 20, 21, 22 2019 20, 21, 22 2-3 വർഷം. ആ 3 വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയല്ലോ. എന്താ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 23-ൽ? ഇതേ കേന്ദ്ര ഏജൻസി ഇവരെക്കുറിച്ച് വേറെ പരാതിയൊന്നുമില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. എന്താ കാര്യം? ആവശ്യത്തിന് പണം ഇലക്ട്രൽ ബോണ്ടിനത്തിൽ കൊടുത്തു. അത് DLFനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കോൺഗ്രസ് പാർട്ടിയെയും കൂടി ബാധിക്കുന്ന കാര്യമാണെന്ന് ഒരു തരത്തിൽ മനസ്സിൽ വെക്കണം കേട്ടോ. ഇവിടെ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ 31-ാം തീയതി ഡൽഹിയിൽ വലിയ റാലി നടന്നു. ആ റാലിയിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കെടുത്തു. നല്ലത്. കെജ്രിവാളിൻ്റെ അറസ്റ്റിലും നടപടിയിലുള്ള പ്രതിഷേധമാണ്. വലിയ പങ്കാളിത്തത്തോടെ ആ റാലി സംഘടിപ്പിക്കാനിടയായി. എന്നാൽ അവർ പറയേണ്ടിയിരുന്നില്ലേ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റി, നേരത്തെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു പോയി, അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കേണ്ടിയിരുന്നില്ലേ? കാണിച്ചോ? ഈ അനുഭവ പാഠം അത് വല്ലതും അവർ ഉൾക്കൊണ്ടെങ്കിൽ അതിന് ശേഷം തിരുത്തലുണ്ടോ? ഇപ്പോൾ കേരളത്തിൽ എന്താണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ED വരാത്തത്? എന്താണ് ED വന്ന് പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇവരെ പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് കൂടുതൽ നടപടിയെടുക്കാത്തത്? ED 2016 മുതൽ 21 വരെ ധനമന്ത്രിയായിരുന്ന അദ്ദേഹം ആദ്യത്തെ ധനമന്ത്രിയല്ലത്, നേരത്തെയും ധനമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഈ 2016-21 മുതൽ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ ED നോട്ടീസ് അയക്കുന്നു. എന്താ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്? അപ്പോൾ തോമസ് ഐസക്കിനെതിരെ പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ ആർക്കാണ് ചൂട്ട് പിടിച്ചു കൊടുക്കുന്നത്? ഇതാണോ ചെയ്യേണ്ട കാര്യം? കെജ്രിവാളിൻ്റെ കാര്യത്തിൽ നിന്ന് എന്തെങ്കിലും അനുഭവപാഠം ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ചിലർ അന്വേഷണം നേരിട്ടതും അതിൻ്റെ ഭാഗമായി പിന്നെ തുടർന്നുണ്ടാകാത്തതും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എല്ലാവരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം അന്യായമായി EDയെ പിന്താങ്ങാനും എങ്ങനെയെല്ലാം ED ദ്രോഹിക്കാൻ നോക്കുന്നവരെ കൂടുതൽ ദ്രോഹിക്കാൻ കഴിയുമെന്ന് പരിശോധിക്കാനുമല്ല കോൺഗ്രസ് തയ്യാറാകേണ്ടത്. അതാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉണ്ടായ അനുഭവ പാഠം എന്നത് മനസ്സിലാക്കണം. അതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മകൾക്കുമെതിരെ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുക. ഏത് മാസപ്പടി വിവാദത്തിൽ അങ്ങേക്കും മകൾക്കുമെതിരെ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കുക. വിധി വരട്ടെ, നിങ്ങൾ നോക്ക്, നിങ്ങൾ കാത്തു നിൽക്ക്.
മാത്തൂർ CPM സ്ഥാനാർത്ഥിക്ക് സഹായം നൽകിയെന്ന് അയാളുടെ ഒരു സംഭാഷണം അവിടെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തി കൊടുത്തത് ഒരു പ്രാവശ്യം താനാണ് തങ്ങളുടെ ഒരു സംഘം പ്രവർത്തിച്ച് സഹായിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അതിപ്പോൾ ഒരാൾ തുറന്നു പറഞ്ഞത് കൊണ്ടാണല്ലോ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇവിടെ പലതരത്തിലുള്ള ഡീലുകളാണല്ലോ നടക്കാറുള്ളത്. അതിൻ്റെ ഭാഗമാണ് ഒന്ന് നേരത്തെ നമ്മൾ കണ്ടത്. മറ്റൊന്ന് ശക്തമായ എതിരാളികളാണ് എന്ന പ്രതീതി ഉണ്ടാകും. അവരുമായി ചില ധാരണകൾ ഉണ്ടാക്കാൻ ചില ശ്രമങ്ങൾ നടക്കും. ഇപ്പം തന്നെ ചില മണ്ഡലങ്ങളിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചാൽ അത് അതിന് വഴിവെക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. പ്രാദേശികമായി വലിയ തോതിലുള്ള നീക്കുപോക്കുകളാണ് ഉണ്ടാക്കാറുള്ളത്. അതെല്ലാ കാലത്തും കോൺഗ്രസും UDFും ചെയ്യുന്നതാണ്. ചില ഘട്ടത്തിൽ പരസ്യമായ കൂട്ടുകെട്ട് തന്നെ BJPയുമായി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പരസ്യമായ കൂട്ടുകെട്ടല്ല, എന്നാൽ രഹസ്യമായി ചില ധാരണകളും നീക്കുപോക്കുകളും ഉണ്ടാക്കുന്നു എന്നതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവം. ഇപ്പോൾ പുറത്തു വന്ന കാര്യം, അന്ന് ഈ കാര്യങ്ങൾക്ക് പങ്കുവഹിച്ച കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള ഒരാൾ, അയാളിപ്പോൾ തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത്. എന്നാൽ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവർ ഈ പറയുന്ന ഡീലുകൾ ഉറപ്പിക്കാറുണ്ട് എന്നുള്ളത്. ഒരുപാട് സംഭവങ്ങൾ നേരത്തെ ഇതുണ്ടല്ലോ. പരസ്പരം ആലോചിച്ച് തെരഞ്ഞെടുപ്പ് ധാരണയുണ്ടാക്കിയ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. അതിനവർക്കൊരു മടിയില്ല. ഇപ്പോൾ പ്രാദേശികമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും BJPയെ കൂടെ നിർത്താൻ മടിയില്ല, BJPയെ സഹായിക്കാൻ മടിയില്ല, BJPയുടെ സഹായം സ്വീകരിക്കാൻ മടിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയത്തെ എതിർത്തു പോവുക? ഒരു തലത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാമെങ്കിൽ വേറൊരു തലത്തിൽ എതിർപ്പാണെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? ഇതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നത് നമ്മുടെ നാടിൻ്റെ അനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം അല്ലേ? ശരി.